ബട്ടൺ ഹോൾ സ്റ്റിച്ചിങ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ എടുത്തതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, അതുകൊണ്ട് കറക്റ്റ് കാണുന്നില്ല. ബട്ട് എൻ്റെ കൂടെ കഴിയുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉഷ ജനോമി മെഷീനിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. സെലക്ടർ നമ്മൾ 1-ലിട്ട് വെക്കുക. ബട്ടൺ ഹോളിൻ്റെ ലെങ്ത്ത് നമ്മൾ 1-ൻ്റെയും 0-ൻ്റെയും ഇടയ്ക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ എവിടെയാണോ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗത്ത് ഫസ്റ്റ് കൊണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. താഴത്തോട്ട് ഫസ്റ്റ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റിച്ചിങ് താഴെ വരെ എത്തിയതിന് ശേഷം നമ്മൾ സെലക്ടർ 2-ലിട്ട് കൊടുത്തിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുക. നെക്സ്റ്റ് സെലക്ടർ 3-ലിടുന്നു. അങ്ങനെ 4th വരെ ഇട്ട് കൊടുത്തിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ത്രെഡ് നമ്മൾ മുറിക്കുന്ന ടൂളുണ്ട്, ത്രെഡ് റിമൂവർ കൊണ്ട് അവിടെ ഹോള് ശരിയാക്കി കൊടുക്കുക. എങ്ങാനും ഹോള് നല്ലപോലെ മുറിഞ്ഞു പോകുന്ന ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കഷ്ടിയാണെന്നുണ്ടെങ്കിൽ മുട്ട് പിന്നുകൊണ്ടോ മുട്ട് സൂചി കൊണ്ടോ അവിടെ ഒന്ന് ക്രോസിൽ വച്ചതിന് ശേഷം മാത്രം നമ്മൾ മുറിച്ച് കൊടുക്കുക. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓരോ സെലക്ടറും മാറ്റി മാറ്റി ശ്രദ്ധാപൂർവം പതിയെ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കസ്റ്റമൈസേഷനായിട്ടുള്ള ഫ്രോക്ക് പാർട്ടി വെയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. നമ്മൾ കേരള ഓൾ ഓവർ ഡെലിവറി ഉണ്ട്. ക്ഷമയോടുകൂടി പയ്യെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഇത് സെറ്റ് ആവുന്നതായിരിക്കും. തുടക്കക്കാർക്ക് ഫസ്റ്റ് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ നമുക്കങ്ങനെ ശരിയായി വന്നോളും. കുറച്ച് പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ബട്ടൺ ഹോൾ സ്റ്റിച്ചിങ്ങൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വന്നോളൂ. കൺഫ്യൂഷൻ ആവരുത്. അതുപോലെ തന്നെ സെലക്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നീഡിൽ ക്ലോത്തിൻ്റെ താഴെ ഭാഗത്താണോ അല്ലയോ നില ഉറപ്പ് വരുത്തണം. എപ്പോഴും നീഡിൽ മുകളിലേക്ക് ആക്കിയിട്ട് മാത്രമേ സെലക്ടർ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ബട്ടൺ ഹോൾ ആയത്. വീഡിയോ എടുത്തതിൽ കുറേ അപാകതകളുണ്ടൊക്കെ ക്ഷമിച്ച് തരിക. നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ നമുക്ക് കറക്റ്റായിട്ട് ഒന്നും കൂടി എടുത്ത് തരാം. നമുക്കിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറേ അധികം പോകും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മുട്ട് സൂചി അവിടെ വെച്ചിട്ട് ക്രോസിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം. എന്നാൽ അധികമായിട്ട് മുറിഞ്ഞ് പോകണ പേടി നമുക്ക് ഒഴിവാക്കാം. ചിലപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെതൊക്കെ ഒരുപാട് വിട്ട് അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ബട്ടൺസ് അതിൽ കയറുന്നുണ്ടോ അതിൽ ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മൾ ബട്ടൺ ഹോൾ കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്.